എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. 1 കിലോ അരിയും 1 കിലോ മട്ടനും ചേർത്ത് ഏകദേശം 7-8 പേർക്ക് വരെ സെർവ് ചെയ്യാവുന്ന അളവിലാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വളരെ രുചികരമായ നല്ലൊരു മട്ടൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് കാണാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 8 സവാള നീളത്തിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കഴിയുന്നത്ര കനം കുറച്ച് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. നിങ്ങൾക്ക് കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ സവാള എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ 10 എരിവുള്ള പച്ചമുളകും 2 വലിയ കുടം വെളുത്തുള്ളിയുടെ പകുതി അളവിൽ ഇഞ്ചിയും മിക്സിയിലൊന്ന് ചതച്ചെടുത്തുകൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടനൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1 കിലോ മട്ടൻ കുറച്ച് വലിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഒപ്പം തന്നെ ചെറിയൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നാരങ്ങ നീരിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം കുക്കർ മൂടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 4 വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും നമ്മൾ എടുക്കുന്ന മട്ടൻ്റെ മൂപ്പ് അനുസരിച്ചും വേവാനെടുക്കുന്ന സമയത്തിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ഇനി നമുക്ക് സവാളയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച ശേഷം ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിലും ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് 2-3 തവണകളായിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയെല്ലാം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് തീ കുറച്ചൊന്ന് കൂട്ടി വെച്ച് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിക്ക് സ്വാദ് കൂട്ടാനായിട്ട് സവാള വഴറ്റി ബിരിയാണി തയ്യാറാക്കുന്നതിന് പകരമായിട്ട് സവാള ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് ചേർത്താണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. സവാളയെല്ലാം ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് പകുതി സവാള നമുക്ക് ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാനായി മാറ്റി വെക്കാം. ബാക്കിയുള്ള സവാള നമുക്ക് ഒന്നുകൂടി ഫ്രൈ ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള സവാള കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. സവാളയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതേ ഓയിലിലേക്ക് തന്നെ 50 ഗ്രാം അളവിൽ കാഷ്യൂ നട്ട്സ് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് എല്ലാം പാകത്തിനൊന്ന് ഫ്രൈ ആയി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കത് ഓയിലിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 30 ഗ്രാം അളവിൽ ഉണക്കമുന്തിരി കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി ചോറിലേക്ക് ചേർക്കാനുള്ള സ്പൈസസ് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 കഷ്ണം പട്ടയും 4-5 ഏലക്കായയും 5-6 ഗ്രാമ്പൂവും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒപ്പം തന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും 1/2 കപ്പ് മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ പുതിനയിലയും ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 5-10 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം. പുതിനയിലയുടെ അളവ് ഒട്ടും തന്നെ കൂടാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതെല്ലാം നമുക്ക് ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ബിരിയാണിക്ക് നല്ലൊരു മണവും സ്വാദും കിട്ടാനായിട്ടാണ് ഇതുപോലെ ഒന്ന് വഴറ്റി ചേർക്കുന്നത്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഇവിടെ 4 വിസിലടിച്ച ശേഷം പ്രഷറെല്ലാം പോയി മട്ടനെല്ലാം പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 വിസിൽ കൂടി അടിച്ച് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് വേവിച്ചെടുത്ത മട്ടൻ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ തന്നെ മിക്സി ജാറിൽ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഈ ഒരു മിക്സ് കൂടി ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ പുതിനയിലയും ചേർക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് അളവിൽ മീഡിയം പുളിയിലുള്ള തൈര് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർത്തും ചേർക്കാതെയും ഈ ബിരിയാണി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. സാധാരണ മലബാർ ബിരിയാണിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് അവസാനം നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 3 തക്കാളി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മട്ടൻ വേവിച്ചെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു. മസാലയ്ക്ക് വേണ്ടിയുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മസാലയൊന്ന് പാകമായി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരിയൊന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മലബാർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ സൈസിലുള്ള നല്ല മണവും സ്വാദുമുള്ള ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസും എടുക്കാവുന്നതാണ്.
ഈ അരി നമുക്ക് 3-4 തവണ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. 1 കിലോ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഈ അരി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ച് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടാണ് ബിരിയാണിയിലേക്ക് ചേർക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ കുറച്ചധികം വെള്ളമൊന്ന് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി വെന്തതിന് ശേഷം ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ വെള്ളത്തിൽ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന അരി ആയതുകൊണ്ട് അരി കുതിർത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ അളവിൽ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചോറ് വേവിച്ചെടുക്കുന്നതാവും നല്ലത്. അരിയെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് അരിയെല്ലാം ഒരു 1/4 ഭാഗം വേവായി കിട്ടും വരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കാനായി വെച്ചിരിക്കുന്ന മസാല അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് 1-2 തവണ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ അരിയെല്ലാം ഒരു 1/4 ഭാഗത്തോളം വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചോറെല്ലാം വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തിട്ട് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വാർന്നു പോകാനായി മാറ്റി വയ്ക്കാം. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ മട്ടനെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വെന്ത് ഗ്രേവി ഒന്ന് കുറുകി പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഈ സമയം 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർക്കാവുന്നതാണ്. മസാല ഇതുപോലെ ഒന്ന് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണി ഒന്ന് ദമ്മിടാനായി സെറ്റ് ചെയ്യാം. ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത്. അതിനായിട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഈ മസാലയുടെ മുകളിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിൽ ചോറും മസാലയും 3-4 ലെയറുകളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്ത് ദമ്മിട്ടെടുക്കാവുന്നതാണ്. ചോറെല്ലാം മസാലയുടെ മുകളിൽ നിന്ന് നിരത്തിയിട്ട ശേഷം ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ ചോറ് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂനട്ടും മുന്തിരിയും സ്പൈസസും ക്യാരറ്റും ഇലകളും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി ഉപയോഗിച്ച് ഇതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച ശേഷം ഇതൊന്ന് ടൈറ്റായിട്ടിരിക്കാനായിട്ട് കനമുള്ള എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കാം. 15 മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു 45 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് മൂടി തുറക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനായിട്ട് മുകളിലുള്ള ചോറ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ റെസിപ്പി കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ബീഫ് ബിരിയാണിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്